കോൺഗ്രസിലെ പ്രമുഖ നേതാവും എം പിയുമായിട്ടുള്ള മുതിർന്ന നേതാവുമായിട്ടുള്ള സുധാകരൻ പാർട്ടി വിട്ട് ഗുഡ് ബൈ പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതായത് ഇത് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ് കോൺഗ്രസിന് നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ എം പിമാർ മത്സരിക്കേണ്ട എന്നുള്ള അവസാന തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നും വന്നതിന് ശേഷം കടുത്ത അതൃപ്തിയിലായിരുന്നു സുധാകരൻ. അതോടൊപ്പം തന്നെ എങ്കിൽ താൻ പാർട്ടിയോട് ഗുഡ് ബൈ പറയുന്നു, അതോടൊപ്പം തന്നെ പാർട്ടി വിടുന്നു എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. സുധാകരൻ്റെ അടുത്ത നീക്കം എന്താണ് എന്നറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പാർട്ടിയിൽ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്, ഒരു മുതിർന്ന നേതാവാണ്, പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള ഒരു നേതാവാണ്. ആ ഒരു നേതാവ് പാർട്ടി വിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി സമ്മാനിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇദ്ദേഹം സ്വതന്ത്രനായി നിന്ന് മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അതല്ല ഈ പറയുന്ന രീതിയിൽ മറ്റേതെങ്കിലും പാർട്ടിയുമൊത്ത് ചേർന്ന് മുന്നോട്ട് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ BJP പാളയത്തിലേക്ക് സുധാകരനെ എത്തിക്കാനായിട്ടുള്ള വളരെ വലിയ തോതിലുള്ള നീക്കങ്ങൾ നിലവിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി വിട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJP പക്ഷത്തേക്ക് പോകുന്നതായിരിക്കും സുധാകരനെ സംബന്ധിച്ചിടത്തോളവും വളരെ വലിയ തോതിൽ നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യം നിലവിലത്തെ സാഹചര്യത്തിൽ എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ടുകൊണ്ട് പുറത്തിറങ്ങി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറാൻ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു വഴി ഒരുങ്ങുന്നതായിട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും BJP പാളയത്തിലേക്ക് എത്തിക്കാനായിട്ട്, സുധാകരനെ BJP പാളയത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള എല്ലാത്തരം നീക്കങ്ങളും നിലവിലത്തെ സാഹചര്യത്തിൽ നടക്കുന്നുണ്ട്. അത് BJP പാളയത്തിലും നടക്കുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. സുധാകരനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വിട്ടുകഴിഞ്ഞാൽ ഇനി സ്വതന്ത്രനായിട്ട് നിന്നാൽ തന്നെയും അത് അധിക നാൾ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേക്കേറേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് വിട്ടുകഴിഞ്ഞാൽ അത് BJP പാളയത്തിലേക്ക് തന്നെ ആയിരിക്കുന്ന തരത്തിലോട്ടായിരിക്കും സുധാകരനെ പോലൊരു വ്യക്തിക്ക് ഏറ്റവും ഗുണകരമായി മാറുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് കോൺഗ്രസ് വളരെ വലിയ തോതിൽ നിരീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സുധാകരനെ പോലൊരാളെ കൈവിട്ട് കളയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.